ഹലോ ഗൈഡ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ടോക്കിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് അനിക്ക് ഒരു സർപ്രൈസ് കൊടുക്കുവാണ് നമ്മൾ. അതായത് അനിക്ക് അതായത് എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഒരു ടാബ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവനിങ്ങനെ കുറേ റിക്വസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ ടാബൊന്നും നല്ലതല്ല കുട്ടിയെ കൊടുക്കുന്നത്, പക്ഷേ ഒരു ജസ്റ്റ് ഒന്ന് സ്കൂൾ കുട്ടി അവർ കാണാൻ വേണ്ടി ജസ്റ്റ് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാനത് കൊണ്ടുവന്നിട്ടില്ല എന്നാണ് അവനോട് പറഞ്ഞത്. ഞാനും ആവണിയും കൂടി അത് കാണാതെ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ടായിരുന്നു. അപ്പോൾ അത് ബൈക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് എടുത്ത് വന്നിട്ട് വേണം അനീനെ കാണിച്ചാൽ അവന് ഭയങ്കര സർപ്രൈസ് ആയി. കാരണം അവന് ടാബ് എന്ന് വെച്ചാൽ ഭയങ്കര ജീവനായിരുന്നു. ആ സമയമായിട്ടില്ല അവൻ ഉപയോഗിക്കാൻ, പക്ഷേ ഞാനത് അവന് കൊടുക്കാമെന്ന് വിചാരിച്ചു. കുട്ടികളുടെ സന്തോഷം നമുക്കൊരു സന്തോഷമല്ലേ. അങ്ങനെ ഞാനും ആവണിയും കൂടി അത് ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരാണ് കുട്ടികളുണ്ടെങ്കിൽ പറയുകയാണെ. ടാബൊന്നും വലിയ സാധനമല്ല കേട്ടോ, കുട്ടികൾ ഉപയോഗിക്കാൻ ആയിട്ടില്ല. അങ്ങനെ നമ്മൾ ബൈക്കിൽ പോയി ടാബ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് അനിയനെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടുന്ന് ടി വി കാണുവാണ്. അപ്പം ഭയങ്കര സങ്കടത്തിലാണ്. അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മീ. കുറേ വ്യൂസ് ഉണ്ട്, പക്ഷേ ഇത് സബ്സ്ക്രൈബ് നിങ്ങൾ ആരും ചെയ്യുന്നില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണേ. അങ്ങനെ ടാബുമായിട്ട് നമ്മളെടുക്കുമ്പം അത്യാവശ്യം കുട്ടികളെ നല്ല പോപ്പോൻ്റെ നല്ലൊരു ടാബാണ്. അപ്പം അത് ഞാനൊന്ന് അനയ്ക്ക് കൊടുത്തിട്ട് വരാം. ഭയങ്കര സർപ്രൈസ് ആയിരിക്കും, ഭയങ്കര സന്തോഷമാവും. ജസ്റ്റ് ഞാൻ അതും എടുത്തിട്ട് കോലായി ബൈക്കിൽ നിന്ന് എടുത്തിട്ട് വരുവാണ്. കോലായിലൂടെ പോയിട്ട് അവനകത്ത് ടി വി കാണുന്നുണ്ട്. അപ്പം ജസ്റ്റ് അവന് കൊടുത്ത് അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. പക്ഷേ അവന് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ. സന്തോഷം അവന് മനസ്സിൽ ഭയങ്കര സന്തോഷമല്ലേ അവന് കിട്ടിയത്. അപ്പോൾ അത് ഇങ്ങനെ കിട്ടി ആരാ തന്നോന്നൊക്കെ ചോദിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാണ് കൊണ്ടുവന്നാണ്. എനിക്ക് അമ്മയാണ് വാങ്ങിയെന്ന് വെച്ചാണ് ആദ്യം ഓർമ്മ തന്നത്. ഞാൻ മുത്തച്ഛനെ കൊണ്ടുവന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഞാനും ആവണിയും കൂടി അതെല്ലാം ഒന്ന് നോക്കുവാണ് എന്തെല്ലാം ഉണ്ട് എന്നല്ല. അപ്പോൾ പിന്നെ മൊബൈലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടപ്പോൾ അവന് മൊബൈൽ കിട്ടാത്തതുകൊണ്ട് ടാബിൻ്റെ ഭയങ്കര ടാബ് യൂസ് ചെയ്യാനായിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു സന്തോഷം വെച്ച് വാങ്ങിച്ചു കൊടുത്തതാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവർ തുറന്നു നോക്കി. അതിനകത്ത് ഒരു ടാബും അതിൻ്റെ കീബോർഡും പിന്നെ കവറ് പിന്നെ ഹെഡ്സെറ്റ് ചാർജർ ഇത്രയെല്ലാം ഉണ്ടായിരുന്നേ. അപ്പം അത്യാവശ്യം ഒരു നല്ല ക്വാളിറ്റിയുള്ള ഒരു ഇതായിരുന്നു. അപ്പം അത് ഓരോന്നൊക്കെ എടുത്ത് കാണിക്കുകയാണ്. ചാർജറുണ്ട് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിൽ ചാർജ് ഓൾറെഡി അതിൽ ഏട്ടന് കുറച്ചാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞങ്ങൾ വിചാരിച്ചത് കഴിഞ്ഞിട്ട് കുത്തിവെക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ചാർജർ മാത്രം അവിടെ ഫിനിഷ് ചെയ്ത് അവിടെ വെച്ചു. ആവണി അനിയും കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്.
അപ്പോൾ സന്തോഷം ഓർമ്മ വന്ന് വീണ്ടും എനിക്കൊരു വന്ന്. അപ്പോൾ എനിക്കൊരു ഓഫീസിലൊരു കോളിലായിരുന്നു അതുപോലെയാണ് അവൻ വന്നിട്ട് എനിക്കൊരു അത്ര ഒരു ഇഷ്ടമല്ലാതെ കളി കളിച്ചത്. അപ്പം അതെല്ലാം കാണിച്ച് തന്ന് അവന് വേഗം മുത്തച്ഛനോട് വിളിച്ചു പറയാൻ പോവുകയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഗൈസ്, നമ്മളെ വീഡിയോ കാണുന്ന വീണ്ടും ഞാൻ പറയുകയാണെ, നമ്മളെ വീഡിയോ കാണുന്ന പുതിയ സബ്സ്ക്രൈബേഴ്സും ആൾക്കാരെല്ലാം നമ്മളെ സബ്സ്ക്രൈബ് വ്യൂസ് എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുകയാണെ. അത് കഴിഞ്ഞ് അവനെ മുത്തച്ഛനെ വിളിച്ചിട്ട് പറയുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു ഒക്കെയാണ്. അപ്പം മുത്തച്ഛന് കുറേ ഉമ്മയെല്ലാം കൊടുത്തു. എന്നിട്ട് എന്താ പറയുക, അവന് സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ. എന്ന് വെച്ചാൽ എല്ലാവരും മൊബൈൽ ഉപയോഗിക്കും, അവന് ടാബ് ഉപയോഗിക്കുക എന്നുള്ളൊരു സന്തോഷത്തിലാണ്. പക്ഷേ അത് സ്കൂൾ തുറക്കുന്നവരൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് അവനറിയില്ല. ഞാൻ അത്രേ കൊടുക്കുള്ളൂ. അപ്പം എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് ഓഫ്. അപ്പോൾ എല്ലാവർക്കും ബൈ.